നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. UAE കോൺസുലേറ്റ് ജനറലിന്റെ ചുമതലയുള്ള അറ്റാഷെ റാഷിദ് ഖാമിസ് അൽ അസ്മിയ ഇന്ത്യയിൽ നിന്നും UAEയിലേക്ക് മടങ്ങിയതായി റിപ്പോർട്ട്. ഞായറാഴ്ചയാണ് അറ്റാഷെ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹി വഴി UAEയിലേക്ക് മടങ്ങിയത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ നിർണായക മൊഴികൾ നൽകിയതിന് പിന്നാലെ അറ്റാഷെയുമായി കൂടിക്കാഴ്ച നടത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരുങ്ങുന്നതിനിടെയാണ് ഇങ്ങനെ മടങ്ങിയിരിക്കുന്നത്. നയതന്ത്ര പരിരക്ഷ ഉപയോഗിച്ചാണ് അറ്റാഷെ UAEയിലേക്ക് പോയതെന്നാണ് സൂചനകൾ. ജൂലൈ 5-ന് കസ്റ്റംസ് പിടിച്ചെടുത്ത സ്വർണ്ണമടങ്ങിയ കാർഗോ അറ്റാഷയുടെ പേരിലാണ് തിരുവനന്തപുരത്ത് എത്തിയത്. കേസ് സംബന്ധിച്ച് സംശയങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് അദ്ദേഹം രാജ്യം വിട്ടുവെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത്. അറ്റാഷയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കണമെന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ UAE എംബസിയോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് റാഷിദ് ഖാമിസ് അൽ അസ്മിയ UAEയിലേക്ക് മടങ്ങിയത്. UAE നിർദ്ദേശിച്ച പ്രകാരമാണോ അറ്റാഷെ മടങ്ങിയതെന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത ലഭിച്ചിട്ടില്ല. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വപ്നയുടെ കോൾ ലിസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെയാണ് UAE കോൺസുലേറ്റ് അറ്റാഷെ റാഷിദ് അൽ സലാമി ദുബായിലേക്ക് മടങ്ങിയതായുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നത്. 3 ദിവസം മുമ്പാണ് അറ്റാഷെ ഡൽഹി വഴി ദുബായിലേക്ക് പോയിരിക്കുന്നത്. കള്ളക്കടത്ത് സ്വർണം ഉൾപ്പെട്ട പാഴ്സൽ വന്നത് അറ്റാഷയുടെ പേരിലാണ്. കോൺസുലേറ്റ് ജനറലിന്റെ ചുമതല വഹിച്ചിരുന്നതും അറ്റാഷെ തന്നെ. സ്വർണം പിടിച്ചെടുത്ത ദിവസം റാഷിദ് അൽ സലാമി സ്വപ്നയെ വിളിച്ചിരുന്നുവെന്ന് നേരത്തെയും കണ്ടെത്തിയിരുന്നു. അതിനിടെ സ്വർണ്ണക്കടത്തിനൊപ്പം ഹവാല ഇടപാടുകളും നടന്നിട്ടുണ്ടാകാമെന്ന സംശയത്തെ തുടർന്ന് UAE കോൺസുലേറ്റിലെ കരാറുകാരായ ധനകാര്യ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരെ കസ്റ്റംസും എൻഐയും ചോദ്യം ചെയ്തു. ചൊവ്വാഴ്ച കസ്റ്റംസും ഇന്നലെ എൻഐയുമാണ് ചോദ്യം ചെയ്തത്. സ്വപ്ന സുരേഷിന് ഈ സ്ഥാപനത്തിലെ പങ്കാളിത്തവും പണത്തിന്റെ കൈമാറ്റവും സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഉദ്യോഗസ്ഥർ നൽകിയ മൊഴികളിൽ പൊരുത്തക്കേടും ഉണ്ടായിരുന്നു. എൻഐഎ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇന്നലെ ഹാജരായ ഉദ്യോഗസ്ഥരിൽ നിന്നും മൊഴിയെടുത്ത ശേഷം സ്ഥാപനത്തിലെ നിർണായക രേഖകളും എൻഐഎ ശേഖരിക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.